ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ CPIM രക്തസാക്ഷി കുടുംബങ്ങളുടെ സത്യാഗ്രഹം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ സംസാരിച്ചു. ആ മൊബൈൽ വേറെ ചില ആളെ കൊണ്ട് വിളിപ്പിക്കുക, അവിടെ മറുപടി പറയാൻ വേണ്ടി വേറെ അവിടെ ആളിരുത്തുക, ഇത് കൊലയാളി പോയി കൊല ചെയ്യുക, അവിടെ ചെന്ന് വെട്ടിക്കൊന്ന് പോയവന് സ്ഥലമറിയില്ല, ഈ നാട്ടുകാരനല്ല, അവൻ ഓടിച്ചെന്ന് ചാടിയത് ഒരു റിട്ടയർഡ് പട്ടാളത്തുകാരൻ്റെ എക്സ് മിലിറ്ററിയുടെ കയ്യിലാണ്, അയാളുടെ വീട്ടിലാണ്. അയാൾ പിടിച്ചു, നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചു, ആ സ്പോട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആ യഥാർത്ഥ കൊലപാതകയെ ഒരിക്കലും പുറത്തു വരുമായിരുന്നില്ല. കാരണം അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി ആണ് അവിടെ നടന്നേ. ആ കൊന്ന RSSകാരൻ ഇവിടത്തുകാരനല്ല, പ്ലാൻ ചെയ്ത് കൊല്ലാനുള്ള ഗൂഢാലോചന നടത്തി കൊണ്ടുപോയതാണ്. പക്ഷെ അവൻ്റെ പേരിൽ ഗൂഢാലോചന കേസില്ല. യഥാർത്ഥത്തിൽ RSSന്റെ ജില്ലാ നേതൃത്വത്തിന്റെ പേരിൽ ഗൂഢാലോചന കേസെടുക്കേണ്ടതാണ്. ആ ഗൂഢാലോചന കേസെടുത്തിട്ടില്ല. രാജേഷിന്റെ കൊലപാതകം പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതാണ്. വെള്ളരടയിലെ നാരായണൻ നായർ ഇവിടെ ഇരിപ്പുണ്ട്, 2 മക്കൾ. എന്തിനാണ് നാരായണൻ നായരെ കൊന്നേ? ആരോടെങ്കിലും ആ മനുഷ്യൻ ഇച്ഛിപ്പോന്ന് പറഞ്ഞിട്ടുണ്ടോ? ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്നൊരു മനുഷ്യൻ, ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ക്ഷേത്രത്തിന്റെ വായനശാലയുടെ പ്രസിഡന്റ്, PTA പ്രസിഡന്റ്, കോർപ്പറേഷന്റെ ജീവനക്കാരുടെ KMCSന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, ആ നാടിലുള്ള സാധാരണ മനുഷ്യന് വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരു പാവം സാധു മനുഷ്യനെ എന്തിനാണ് വീട്ടിൽ കയറി കൊന്നത്? 20, 26, 30 വെട്ടാണ് ആ മനുഷ്യന്റെ മേൽ ഇവർ വളർത്തിയത്. അദ്ദേഹത്തിന് ചെയ്ത തെറ്റ്, അദ്ദേഹത്തിന്റെ മകൻ SFI നേതാവായി പോയി, അവൻ വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിച്ചു പോയി എന്ന ഏക തെറ്റാണ് നാരായണൻ നായരുടെ കുടുംബം അവിടെ ചെയ്തത്. കൊന്നില്ല നിങ്ങൾ? ആ കൊലക്കേസിലെ പ്രതി എന്ന് പറയുന്നത് കീഴാറൂരിലുള്ള പ്രമുഖരായ RSS നേതാക്കന്മാരല്ലേ? ഇപ്പോഴും നിങ്ങൾ RSSൽ നിൽക്കുകയല്ലേ? അതിന് നേതാക്കന്മാരായി തുടരുകയല്ലേ? എവിടെയെങ്കിലും നിങ്ങൾ നടപടി സ്വീകരിച്ചോ? എന്തെങ്കിലും നിങ്ങൾ ചെയ്തോ? നിങ്ങൾ നോക്കൂ, ശ്രീകുമാറിന്റെ സഹോദരി ഇവിടെ ഉണ്ട്. എന്തിനാ ശ്രീകുമാറിനെ കൊന്നേ? വിളിച്ചു വരുത്തി കൊന്നു. ഒരു വിഷയമുണ്ടായത് സംസാരിക്കാൻ നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരണം, അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ആ മനുഷ്യനെ വിളിച്ചു. തെരുവിലിട്ട് പട്ടിയെ കൊല്ലും പോലെ ആ മനുഷ്യനെ വെട്ടിക്കൊന്നു. മനുഷ്യത്വമുള്ള ആരെങ്കിലും ചെയ്യുമോ RSS? അത് വിളിച്ചു വരുത്തി കൊല്ലുക. നിങ്ങൾ ചെയ്തില്ലേ? ചതിയന്മാരല്ലേ നിങ്ങൾ ചതിച്ചല്ലേ ശ്രീകുമാറിനെ കൊന്നത്? ആർക്കെങ്കിലും അത് മനസാക്ഷിയുള്ളവൻ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ? പീരു മുഹമ്മദ് എന്ന് പറയുന്ന പ്രായമായൊരു മനുഷ്യനെ നിങ്ങൾ ഈ ചാലയിലെ പീരു മുഹമ്മദിനെ നിങ്ങൾ കൊന്നില്ലേ? ഇങ്ങനെ 21 ആളുകളെ നിങ്ങൾ അരിങ്കൊല നടത്തിയില്ലേ ഈ തിരുവനന്തപുരം ജില്ലയിൽ? എന്നിട്ട് നിങ്ങൾ പൂതന നല്ല വേഷം കെട്ടിയാടുവാണ്. ഈ അരിങ്കൊല മറച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾ കള്ളപ്രചരണം നടത്തുവാണ്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ ഞങ്ങളുള്ള വിരോധം കൊണ്ടോ ചില ആളുകൾ മാർക്സിസ്റ്റ് അക്രമം എന്ന RSSന്റെ പല്ലവിക്ക് കുടഞ്ഞുവിടുക, അതിന് കൂട്ടുപിടിക്കുക. നിങ്ങൾ നോക്കുക, ഇവിടെ RSSന്റെ ആരെയും കൊല്ലുന്നതിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രധാനപ്പെട്ട ആരും പ്രതിയല്ല. അവരാരും കൊല്ലാൻ പോയിട്ടില്ല. ചിലയിടത്തെല്ലാം നടക്കുന്ന അനിഷ്ട സംഭവങ്ങൾ, പ്രാദേശികമായി ഉണ്ടാവുന്ന സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത് ഞങ്ങളുടെ നേരെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ പരിശ്രമിക്കുന്നത്. ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് കാട്ടാക്കട ശശിയുടെ വീട് ആക്രമിച്ചു. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അതുപോലെ CITയുടെ സംസ്ഥാന സെക്രട്ടറി, കാട്ടാക്കട എന്ത് അക്രമമാണ് ശശി നടത്തിയത്? ശശിയുടെ വീട് രാത്രി എന്തിനാണ് നിങ്ങൾ ആക്രമിച്ചത്? ചാലയിലെ പുഷ്പലതയുടെ വീട് നിങ്ങൾ ആക്രമിച്ചില്ലേ, ഞങ്ങളുടെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം? അവിടെ നിങ്ങൾ ബേമ്പാർ ഇടത്തില്ലേ, പെട്രോൾ പമ്പ്? കരമന ഹരിയുടെ വീട് ആക്രമിച്ചില്ലേ നിങ്ങൾ? ഹരിയുടെ സഹോദരന്റെ വീടും സഹോദരന്റെ വീടും അടുത്തടുത്താണ്. നിങ്ങൾ ആക്രമിച്ചില്ലേ? നമ്മുടെ കാട്ടാക്കടയിൽ ചാലയിലുള്ള സുന്ദരന്റെ വീട്, പാർട്ടി ഏരിയ സെക്രട്ടറി വീട് ആക്രമിച്ചില്ലേ? 50-ലേറെ വരുന്ന വീടുകൾ നിങ്ങൾ ആക്രമിച്ചില്ലേ? നിരവധി വാഹനങ്ങൾ നിങ്ങൾ തല്ലി തകർത്തില്ലേ? നിരവധി സ്ഥലത്തെ പെട്രോൾ പമ്പ് എറിഞ്ഞില്ലേ? മുഖ്യമന്ത്രി ഇടപെട്ട് ഒരു സമാധാന സംഭാഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ഞങ്ങൾ സമാധാന സംഭാഷണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഞാനും ശിവൻകുട്ടി വളത്തിൽ പങ്കെടുത്തേ.
ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്ത് ഇനിയൊന്നും ഉണ്ടാവില്ല, എല്ലാം സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ ഒരു പ്രകോപനം ഉണ്ടാക്കില്ല. അന്ന് വൈകുന്നേരം നിങ്ങൾ ഫ്രാൻസിസിന്റെ വീട് പെട്രോൾ പമ്പ് പറഞ്ഞില്ലേ? എൻ്റെ മുമ്പിലുണ്ട് ഫ്രാൻസിസ്, കാട്ടാക്കടയിലുള്ള ഞങ്ങളുടെ CITUവിൻ്റെ ഏരിയ പ്രസിഡന്റ്, ഞങ്ങളുടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ, ഏറ്റവും പ്രധാനപ്പെട്ട സഖാവ്. ആ സഖാവിന്റെ വീട്ടിൽ ആ സഖാവിന്റെ മക്കൾ കിടക്കുന്ന മുറി നോക്കി പെട്രോൾ പമ്പ് എറിഞ്ഞു. ആ കണ്ണാടി ചെല്ല് പൊട്ടി അത് ആ മുറിക്കകത്തേക്ക് വീണെങ്കിൽ ആ കുട്ടികളുടെ സ്ഥിതി എന്താവും? ആലോചിക്കാൻ കഴിയുമോ? ഞാൻ രാവിലെ ഇവിടെ പോയപ്പോൾ കണ്ട കാഴ്ചയതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, പത്രക്കാരോട് പറഞ്ഞു, ഇവിടുത്തെ സഖാക്കളോട് പറഞ്ഞു, പ്രതികരിക്കാൻ പാടില്ല. CITUവിലെ തൊഴിലാളികൾ പണിമുടക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു കാരണവശാലും പണിമുടക്കാൻ പാടില്ല എന്ന് അവരോട് ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി. കാരണം ഒരു പ്രതികരണവും ഉണ്ടാവാൻ പാടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള മുൻകൈ എടുക്കുമ്പോൾ ആ ഗവൺമെന്റിനോട് സഹകരിക്കാനുള്ള ബാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കുഴപ്പവും ഉണ്ടാക്കാൻ നമുക്ക് പാടില്ല. പരമാവധി സഹകരണം ഉണ്ടാകാൻ, പരമാവധി പിന്നോട്ട് പോകാൻ ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, വസ്തുതകൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണമെന്നതാണ്. ഈ വീടുകളിലേക്കെല്ലാം നിങ്ങൾ പോകണം. RSSകാർ പോയില്ലെങ്കിലും ഈ വീടുകളിലേക്കും ഈ നാടിലേക്കും എൻ്റെ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ പോകണം. അവിടെ പോയി അവരുമായി സംസാരിക്കണം. എന്തിനാണ്? ആ നാട്ടിൽ വല്ല സംഘർഷം ഉണ്ടായിട്ടാണോ ഈ നാരായണ നേരെ കൊന്നത്? സംഘർഷം ഉണ്ടായിട്ടാണോ മറ്റു പലരെയും കൊന്നത്? ഒരു അന്വേഷണം നടത്താൻ തീർച്ചയായും അന്വേഷണത്തിൽ കൗതുകമുള്ള ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകന്മാർ തയ്യാറാവണമെന്ന് വിനയപുരസ്സരം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക. ഇന്നിപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്നാണ് ഇന്നലെ വൈകുന്നേരമാണ്, രാവിലെയാണ് ഇദ്ദേഹത്തിൻ്റെ പരിപാടി ഞങ്ങൾ മനസ്സിലാക്കിയത്. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചെന്നത് രാവിലെയാണ്. അങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഇങ്ങനൊരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തത്. എല്ലാ രക്തസാക്ഷികളുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെടാൻ ഞങ്ങൾക്ക് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇന്നലെ അറിയിച്ചത് കൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. മിക്കവാറും ആളുകൾ എത്തിയിട്ടുണ്ട്, 1-2 ആളുകൾക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ കാര്യത്തിൽ ഈ നാട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുമായി സഹകരിക്കണം. RSSന്റെ കൊലക്കത്തി അവർ താഴെയിടണം. അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താൻ ഈ നാടും മാധ്യമങ്ങളും തയ്യാറാവണമെന്ന് വിനയപരസ്പരം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പങ്കെടുത്ത രക്തസാക്ഷി കുടുംബങ്ങൾക്ക്, അതുപോലെ തന്നെ ഇതിൽ അവയ്ക്കപ്പെട്ടിട്ടുള്ള ആക്രമണത്തിന് വിധേയരായവർക്ക് സ്വാഗതം ആശംസിക്കാൻ ശിവൻകുട്ടിയെ ആദരപൂർവ്വം ക്ഷണിക്കുവാണ്. ഈ വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാമായിട്ടുള്ള രക്തസാക്ഷി കുടുംബങ്ങളുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ആനാവൂർ നാഗപ്പൻ, 21 ഞങ്ങളുടെ ധീര സഖാക്കളുടെ പേരുകൾ ഇവിടെ പറഞ്ഞു. ഒരു കാരണവുമില്ലാതെ ഒന്നുകിൽ അവർ DYFIയുടെ കൊടി പിടിച്ചു, അല്ലെങ്കിൽ SFIയുടെ കൊടി പിടിച്ചു, അല്ലെങ്കിൽ CPMന്റെ കൊടി പിടിച്ചു എന്ന ഒറ്റ കുറ്റം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് കിരാതമായി ഞങ്ങളുടെ 21 പ്രിയപ്പെട്ട സഖാക്കളെ കൊല ചെയ്യുകയും ആ 21 പ്രിയപ്പെട്ട സഖാക്കളുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയോ ഈ വേദിയിൽ രാജ്ഭവന്റെ മുന്നിൽ ഞങ്ങളുടെ ഇരിക്കുകയാണ്. സാർ നാപ്പന്റെ പ്രസംഗം നടന്ന അവസരത്തിൽ ഞാൻ ആ സഖാക്കളെ ശ്രദ്ധിക്കുകയായിരുന്നു. എല്ലാവരുടെയും കണ്ണ് നിറയുകയാണ്. മകൻ നഷ്ടപ്പെട്ട അമ്മ, സഹോദരൻ നഷ്ടപ്പെട്ട ജ്യേഷ്ഠൻ, അതുപോലെ തന്നെ മക്കൾ നഷ്ടപ്പെട്ട അച്ഛൻ. അവർ ഓരോരുത്തരും ഈ രക്തസാക്ഷികളുടെ പേര് പറയുന്ന അവസരത്തിൽ അവരുടെ കണ്ണുകൾ നിറയുകയും അവർ തൂവാല കൊണ്ടും മുണ്ടുകൊണ്ടും കണ്ണീര് തുടയ്ക്കുകയാണ്.
ഈ രാജ്ഭവന്റെ ഗവർണർ ഇന്ത്യ രാജ്യത്തിന്റെ നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായിട്ടുള്ള ഗവർണറുടെ വീട്ടിന്റെ മുന്നിൽ അവരുടെ കണ്ണീര് ഇറ്റ് വീഴുകയാണ്. ഞാൻ ആ 21 രക്തസാക്ഷികളുടെയും കാര്യങ്ങൾ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നതിന് വേണ്ടി പിന്നെ പോകുന്നില്ല. ഇത് ഗവർണറും അറിയണം. കേന്ദ്ര ഗവൺമെന്റിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങയുടെ രഹസ്യാന്വേഷണ പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് ചീഫ് ജസ്റ്റിസ് കൂടെ ആയിരുന്ന ആളാണെന്ന നിലയിൽ ഇവിടെ ധർണയിൽ പറയുന്ന കാര്യത്തിനപ്പുറമായി പ്രാദേശികമായിട്ട് കൂടി കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അങ്ങ് ഡൽഹിയിൽ വിളിച്ച് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും RSS BJP-ക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് എന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞുവെന്ന് അങ്ങ് പറയുന്നതിന് വേണ്ടി തയ്യാറാണ്. RSS-കാർ കൊന്ന രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധവുമായി ഒത്തുചേർന്നിരിക്കുകയാണ്. സത്യാഗ്രഹം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ശ്രീ ശിവൻകുട്ടിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ ആനാവൂർ നാഗപ്പനും RSS കൊലപാതകത്തിനിരയായ രക്തസാക്ഷികളുടെ സംഭവവികാസങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇന്ന് തലസ്ഥാനത്തെത്തും. പ്രത്യേകിച്ച് ഔദ്യോഗിക പരിപാടികൾ ഒന്നുമില്ലാതെ ആണ് ധനമന്ത്രി തിരുവനന്തപുരം സന്ദർശിക്കുന്നത്. സംഘപരിവാർ BJP അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് എന്നാണ് വിലയിരുത്തൽ. രാഷ്ട്രീയ സംഘർഷങ്ങളെ പരമാവധി മുതലാക്കുക എന്ന ലക്ഷ്യത്തോടെ RSS സർസംഘ് ചാലക് മോഹൻ ഭഗവതും അടുത്തയാഴ്ച തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അതേസമയം BJP സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയ മെഡിക്കൽ കോളേജ് അഴിമതി വിഷയവും BJP ഇരു നേതാക്കളുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ. വാർത്തകളിലേക്ക്. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇന്ന് തലസ്ഥാനത്തെത്തും. പ്രത്യേകിച്ച് ഔദ്യോഗിക പരിപാടികളൊന്നുമില്ലാതെ ധനമന്ത്രിയുടെ തിരുവനന്തപുരത്തെ യാത്ര സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളതാണ് എന്നാണ് പൊതുവെ രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ സുനിൽ അരുമാനൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സുനിൽ, ഒരുപക്ഷെ വലിയ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. RSS-ഉം BJP-യും കേന്ദ്ര സർക്കാരിനെ അടക്കം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ദുർബലപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾക്ക് മറയാക്കുകയാണ് ഇവിടുത്തെ ചില അക്രമ സംഭവങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്രമന്ത്രി ഇവിടെ എത്തുന്നത് എന്നത് ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുകയാണ്. ഇന്ന് കേന്ദ്രമന്ത്രി എത്തി സന്ദർശിക്കുക RSS-കാരുടെ മാത്രം വീടുകളാണോ? അജിംഷാദെ, 11:15 തന്നെ തിരുവനന്തപുരത്ത് പ്രത്യേക വിമാനത്തിലാണ് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി എത്തിച്ചേരുന്നത്. അതിനുശേഷം അദ്ദേഹം ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് RSS കാര്യവാഹ് കൂടിയായ കൊല്ലപ്പെട്ട രാജേഷിന്റെ വീട് സന്ദർശിക്കുക എന്നുള്ളതാണ്. വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയും കാണും, അനുശോചനം അറിയിക്കുകയും ചെയ്യും. അതിനുശേഷം RSS BJP സംഘടിപ്പിച്ചിട്ടുള്ള അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കും. അനുസ്മരണ പരിപാടി 11:45 സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനുശേഷം ഈ അനുസ്മരണ പരിപാടി കഴിഞ്ഞ ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് ശ്രീവരാഹത്ത് RSS പ്രവർത്തകൻ നേരത്തെ ആക്രമണത്തിന് വിധേയനായ RSS പ്രവർത്തകന്റെ വീട് സന്ദർശിക്കും. അതിനുശേഷം ആറ്റുകാലിലാണ് പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടി RSS അതായത് വിവിധ രാഷ്ട്രീയ ആക്രമണങ്ങളിൽ ഇരയായവരുടെയും അതുപോലെ രക്തസാക്ഷിയായവരുടെയും ഒക്കെ കുടുംബങ്ങളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് അരുൺ ജെയ്റ്റ്ലി നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ഈ കുടുംബങ്ങളുമായിട്ട് ആശയ സംവാദം നടത്തും. ഇത് പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടുള്ള പാർട്ടി പ്രവർത്തകർ മാത്രമാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. കുടുംബങ്ങളും അവരുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പല കേസുകളും എടുത്തിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ അരുൺ ജെയ്റ്റ്ലിയുമായി ഈ കുടുംബാംഗങ്ങളൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. അതിനു പുറമെ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് പ്രത്യേകിച്ച് BJP-യുടെ സംസ്ഥാന നേതാക്കളുമായിട്ടും കൂടിക്കാഴ്ച പറയുന്നുണ്ട്. മറ്റു ചില, അതായത് നേരത്തെ ചില നേതാക്കൾ പ്രാദേശിക നേതൃത്വവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച പറഞ്ഞിരുന്നു. അത്തരത്തിൽ പ്രാദേശിക നേതൃത്വവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും ഇന്ന് ഈ ഒരു വരവിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. വൈകുന്നേരത്തോട് കൂടി അദ്ദേഹം ഇവിടുന്ന് വീണ്ടും തിരിച്ച് ദില്ലിയിലേക്ക് മടങ്ങും. 4 മണിക്ക് താജ് ഹോട്ടലിൽ വാർത്താ സമ്മേളനവും നടത്തുന്നുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയും. കാരണം
ഇതിനകത്ത് വരുന്ന എന്ന് പറയുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം, അതിനെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നമ്മുടെ പാചകവാതക വിലയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ മറ്റു ചില നിലപാടുകൾ, സംസ്ഥാനത്ത് GST അടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാനത്തിന്റെ നിലപാട് തുടങ്ങിയ കാര്യങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഉയരും. ഇക്കാര്യത്തിലും അദ്ദേഹം കേന്ദ്ര നിലപാട് അറിയിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, രാഷ്ട്രീയ സംഘർഷങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ സമാധാന യോഗങ്ങൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അത് നടക്കുന്നതോടൊപ്പം തന്നെയാണ് അരുൺ ജെയ്റ്റ്ലി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ ആക്രമണത്തിനിടയായ RSS BJP പ്രവർത്തകരുടെ വീട് സന്ദർശിക്കുകയും അവരുടെ കുടുംബാംഗങ്ങൾ അത് തന്നെയാണ് സുനിൽ. അതായത് RSSകാർ കൊന്ന, RSSകാരുടെ കൈകളാൽ രക്തസാക്ഷികളായ CPIM പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾ ഇന്ന് രാജ്ഭവന് മുന്നിൽ, അതായത് ഗവർണറുടെ വസതിക്ക് മുന്നിൽ സത്യാഗ്രഹം നടത്തുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അവർ പറയുന്ന ആരോപണങ്ങളെ സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് ഒരു കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ കേരളത്തിലേക്കുണ്ടാകുന്നത്. സംഘർഷത്തിൽ പരിക്കേറ്റ RSSകാരുടെ വീടുകൾ മാത്രം സന്ദർശിച്ച് മടങ്ങുന്നതിലേക്ക് കാര്യങ്ങളെ വെട്ടിയൊതുക്കുന്നു. ഇതൊരു പക്ഷേ CPIM ഉയർത്തുന്ന ആരോപണങ്ങളെ സ്ഥിരീകരിക്കുന്നതാണോ? തീർച്ചയായും അജിംഷാദ്, അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് ഉള്ളത്. കാരണം പ്രത്യേകിച്ചിട്ടുള്ള ഒരു തീരുമാനം, അതായത് BJPയുടെ ദേശീയ അധ്യക്ഷന്റെ തീരുമാനപ്രകാരമാണ് ഇന്നിപ്പോൾ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി സ്ഥാനത്ത് അദ്ദേഹം സന്ദർശിക്കുകയും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം തന്നെ അതിനകത്ത് വിലയിരുത്തുകയും ചെയ്യും. കാരണം ഒരു CPMന്റെയും അതുപോലെ തന്നെ BJPയുടെയും സംഘർഷങ്ങൾ പല സ്ഥലത്തുണ്ടായതും അതുമായി ബന്ധപ്പെട്ട് സമാധാന യോഗങ്ങൾ പല സ്ഥലത്തും നടത്തുകയും ചെയ്ത് ഒരു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇരു വിഭാഗവും ചർച്ചയിലൂടെ തന്നെ ചില നിലപാടുകൾ കൈക്കൊണ്ട് താഴെത്തട്ടിലേക്ക് അത് കൺവേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് വീണ്ടും ഒരു കൂടിക്കാഴ്ച നടത്തുകയും അതിനകത്ത് ഉരുത്തിരിയുന്ന കാര്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കുകയും ചെയ്യും. കാരണം അതുകൊണ്ട് തന്നെയാണ് ചില നേതാക്കളുമായിട്ടും പ്രാദേശിക തലത്തിലുള്ള ചില നേതാക്കളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നത്. ആ കൂടിക്കാഴ്ചയിലും ഇവിടുത്തെ ഒരു നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആഭ്യന്തര വകുപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യമടക്കം അതിനകത്ത് ചർച്ചാ വിഷയമായി വരും. കഴിഞ്ഞ ദിവസം തന്നെ RSSന്റെ നേതാവ് നടത്തിയിട്ടുള്ളൊരു രാഷ്ട്രപതി ഭരണം സംസ്ഥാനത്ത് വേണമെന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശം, അതും ഇന്ന് മാധ്യമ വാർത്താ സമ്മേളനത്തിൽ തന്നെ അത്തരം ചോദ്യങ്ങളും ഇതിനകത്ത് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ അരുൺ ജെയ്റ്റ്ലി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം ഈ ഒരു സന്ദർശനം നടത്തുകയും ഇപ്പോഴത്തെ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് ഇപ്പോൾ തലസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സിറ്റുവേഷൻ അത് കേന്ദ്രത്തെ ധരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വവുമായിട്ട് അരുൺ ജെയ്റ്റ്ലി കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിരിക്കുന്നത്. ശരി സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉഭയകക്ഷി ചർച്ചയുടെ തീരുമാനപ്രകാരമാണ് സർവകക്ഷി യോഗം ചേരുന്നത്. തിരുവനന്തപുരം, കോട്ടയം, കണ്ണൂർ എന്നിവിടങ്ങളിൽ ചേർന്ന ജില്ലാതല ഉഭയകക്ഷി യോഗ തീരുമാനങ്ങളും സർവകക്ഷി യോഗത്തിൽ വിലയിരുത്തപ്പെടും. ജൂലൈ 31-ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉഭയകക്ഷി യോഗത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കാൻ രാഷ്ട്രീയ പാർട്ടികളോട് നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് തിരുവനന്തപുരം, കോട്ടയം, കണ്ണൂർ എന്നിവിടങ്ങളിൽ ജില്ലാതല ഉഭയകക്ഷി യോഗങ്ങൾ ചേർന്ന് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾക്ക് രൂപം നൽകിയിരുന്നു. ഉഭയകക്ഷി യോഗ തീരുമാനങ്ങളും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സർവകക്ഷി യോഗത്തിൽ ചർച്ചയാകും. ജൂലൈ അവസാനം തിരുവനന്തപുരത്ത് BJP RSS സംഘം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വീട് മുതൽ കൌൺസിലർമാരുടെ വീട് വരെ ആക്രമിച്ചിരുന്നു. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസും അക്രമത്തിനിരയായി. തുടർന്ന് RSSകാരൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ BJP RSS സംഘം തിരുവനന്തപുരത്ത് വ്യാപക അക്രമവും അഴിച്ചുവിട്ടു. ഇതിനു പുറമെ കോട്ടയത്തും കണ്ണൂരും BJP RSS അക്രമം തുടർന്ന പശ്ചാത്തലത്തിലാണ് സമാധാന ചർച്ചകൾക്ക് തുടക്കമായത്. താഴെത്തട്ടിൽ വരെ പ്രവർത്തകർക്ക് സമാധാനം പുനഃസ്ഥാപിക്കാൻ നേതാക്കൾ നിർദ്ദേശം നൽകണമെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ മുഖ്യമന്ത്രി സംസ്ഥാന നേതാക്കളോട് നിർദ്ദേശിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉഭയകക്ഷി യോഗത്തിന് ശേഷമുള്ള ദിവസങ്ങളിലെ സ്ഥിതിഗതികൾ സർവകക്ഷി യോഗം വിലയിരുത്തും. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾക്കും യോഗം രൂപം നൽകും. ഉച്ചയ്ക്ക് ശേഷം 3-ന് തിരുവനന്തപുരത്താകും സർവകക്ഷി യോഗം ചേരുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സുപ്രീം കോടതി ജാമ്യാവസ്ഥയിൽ ഇളവ് അനുവദിച്ചതിനെ തുടർന്ന് അബ്ദുൽ നാസർ മഅ്ദനി ഇന്ന് കേരളത്തിലെത്തും. ഉച്ചതിരിഞ്ഞ് ബംഗളൂരുവിൽ നിന്ന് വിമാനമാർഗം മഅ്ദനി നെടുമ്പാശ്ശേരിയിലെത്തും. 2:20-ന് എയർ ഏഷ്യ വിമാനത്തിൽ പുറപ്പെടുന്ന മഅ്ദനി 3:15-ഓടെയാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേരുക. സുരക്ഷാ ഉദ്യോഗസ്ഥർ മഅ്ദനിയെ അനുഗമിക്കും. നെടുമ്പാശ്ശേരിയിൽ നിന്നും റോഡ് മാർഗം കൊല്ലം അൻവാർശ്ശേരിയിലേക്ക്
പോകും. PDP പ്രവർത്തകർ വിമാനത്താവളത്തിൽ മഅ്ദനിക്ക് സ്വീകരണം നൽകും. മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനും മാതാപിതാക്കളെ കാണുന്നതിനുമാണ് മഅ്ദനിക്ക് ജാമ്യം അനുവദിച്ചത്. ഇപ്പോൾ രാജ്ഭവന് മുന്നിലെ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് വൈക്കം വിശ്വൻ സംസാരിക്കപ്പെട്ടതിനും ആ വീട്ടിൽ പോകുന്നു, അത് നല്ലതാണ്. പക്ഷേ രാജേഷിനെ കൊന്നവരെ, പ്രതികളെ മുൻകൂട്ടി തീരുമാനിച്ച് അത് മാർക്സിസ്റ്റുകാരാണ് എന്ന് പറയുന്ന ആ സമീപനം എന്തിനു വേണ്ടിയാണ് എന്ന് വ്യക്തമാക്കണം. കാരണം രാജേഷ് മരിക്കാതെ ജീവിച്ചിരുന്നെങ്കിൽ തന്നെ മാർക്സിസ്റ്റുകാരാണ് ഈ അക്രമം ചെയ്തതെന്ന് അദ്ദേഹം പറയില്ല. കാരണം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടും ഉറങ്ങിയും ഒരുമിച്ച് നടന്നിരുന്ന ആളുകൾ, അവരദ്ദേഹത്തെ കൊല ചെയ്യാൻ കാരണമെന്താണ് എന്ന് അവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഞാൻ പറഞ്ഞു കേട്ട ഒരു കാര്യത്തിനെയും കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്ന കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പേരിൽ അത് എഴുതിത്തള്ളുന്നത് എന്തിനാണ്? അതിനൊരു അംഗീകാരം കൊടുക്കാൻ ഒരു കേന്ദ്രമന്ത്രി പുറപ്പെടുന്നത് എന്തുദ്ദേശത്തിലാണ്? ഉദ്ദേശം 2 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചത് ഇവിടെ വളരെ വേഗം തന്നെ രാഷ്ട്രപതി ഭരണം നടത്തണമെന്ന് RSS ആവശ്യപ്പെട്ടിരിക്കുകയാണ്. RSSൻ്റെ ആവശ്യം നടപ്പാക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് വരുന്നത് നല്ലതാണോ എന്ന് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുക. ഇപ്പോൾ അങ്ങനെ ഒരു സമീപനം വരികയാണ്. ഇവിടെ 21 കുടുംബങ്ങളുടെ പേരെടുത്ത് ആ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ, പ്രായമായവർ, അങ്ങനെയുള്ളവരെ അരുംകൊല ചെയ്തിട്ട് ആ അരുംകൊല ചെയ്തവർ മാന്യന്മാരായി നിൽക്കുകയാണ്. ഒരു പ്രത്യേക കാര്യം കൂടി സഖാവ് നാഗപ്പൻ സൂചിപ്പിച്ചു. പല കൊലപാതക കേസിലും പ്രതികൾ കേരളത്തിലുള്ളവരല്ല, അല്ലെ, തിരുവനന്തപുരം ജില്ലയിലുള്ളവരല്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളവരല്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സംശയം തോന്നും, അങ്ങനെയാണോ? ചിലർ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു, മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നു, അവരെ ആരും അറിയുന്നില്ല, അവർ കൊലപാതകം നടത്തി പോവുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം വളരെ വ്യക്തമായി ഉണ്ടാകുന്നു. കണ്ണൂരിൽ ഈയിടെ നടന്ന കൊലപാതകത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, വളരെ മാതൃകാപരമായി നിൽക്കുന്നയാളാണ്, BJPക്കാർക്ക് സ്വാധീനമുള്ള മേഖലയാണ്. നായനാർ റോഡ് എന്ന റോഡിൽ തൻ്റെ ഓട്ടോറിക്ഷയിൽ യാത്രക്കാരെ നോക്കി നിൽക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംഘടനത്തിലോ അഭിപ്രായ വ്യത്യാസമോ ഇതിനു മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല ആ സഖാവുമായിട്ട്. ആ സഖാവിനെ ഇപ്പോൾ എത്ര കഷണങ്ങളായിട്ട് വെട്ടിമുറുക്കിയിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എങ്ങനെയെങ്കിലും എടുക്കാൻ കഴിയുമോ എന്ന് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെയാണ് പലപ്പോഴും കണ്ണൂരിൽ നടക്കുന്നത്. കണ്ണൂരിൽ കഷണങ്ങളാക്കി മാറ്റിയെടുക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ RSSൻ്റെ ആക്രമണങ്ങളെ മൂടിവയ്ക്കാനുള്ള ഒരു നീക്കം ഇത്തരം കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. അതെവിടം വരെ വരും? കാരണം നിരന്തരമായിട്ടുള്ള ഒരു കൊലപാതകം തങ്ങൾ കൈത്തൊഴിലായി സ്വീകരിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RSSൻ്റെ ആദ്യകാലം തന്നെ അങ്ങനെയാണ്. ഞാനിപ്പോൾ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുകയും ഗാന്ധിയെ കൊന്നവൻ അമ്പലം പണിയുകയും ചെയ്ത RSS, ഗാന്ധിയെ കൊന്നവൻ അമ്പലം പണിയുകയും ക്ഷേത്രം പണിയുകയും ചെയ്ത RSS ഇടയ്ക്ക് ഗാന്ധിയെക്കുറിച്ചും പറയുന്നത് കേൾക്കാം. അതാണ് അവരുടെ ഒരു സ്വഭാവം. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നത് തെറ്റാണ് എന്ന് ഇന്നും വിശ്വസിക്കുന്ന ആളുകളാണ് അവർ. അതുകൊണ്ട് ഗാന്ധിയെ കൊന്നത് ശരിയാണ് എന്ന് പഠിപ്പിക്കാനും അവർ ശ്രമിക്കുന്നു. ഗാന്ധിയെ പഠിപ്പിക്കുന്ന, പരാമർശിക്കുന്ന പുസ്തക ഭാഗങ്ങൾ തിരുത്തി കുറിക്കാനും അവർക്കൊരു മടിയുമില്ല. അങ്ങനെയുള്ളവർ തന്നെയാണ് കേരളത്തിൽ ഇന്ന് നിന്നുകൊണ്ട് ആരും കൊലകൾ സംഘടിപ്പിച്ച ആ കൊലയ്ക്ക് ഉത്തരവാദി ഞങ്ങളല്ലെന്ന് പറയുന്നു. ജില്ല വിട്ടു മാറുന്നത് അവരുടെ ഒരു പൊതു സ്വഭാവമാണ്. കുട്ടനാട്ടിൽ ഒരു കർഷക തൊഴിലാളി പ്രവർത്തകനെ കൊന്നത് അദ്ദേഹത്തിൻ്റെ കഴുത്തറത്ത്
കലിങ്ക കൊണ്ട വെച്ചിരിക്കുകയായിരുന്നു തങ്കപ്പൻ്റെ. കൊന്ന കാര്യങ്ങൾ അന്വേഷിച്ചു വരുമ്പോൾ അവിടെയുള്ളവരാരുമല്ലാതെ അന്ന് നടന്ന ഒരു തമ്പാനാണ്. ഈ തമ്പാൻ വെളിയിൽ നിന്ന് വന്ന ഒരാളാണ്. അങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഓരോ സ്ഥലത്തും സംഘടിപ്പിക്കും. ഇപ്പൊ കണ്ണൂർ പല സ്ഥലത്തും നടക്കുന്ന കൊലപാതകങ്ങളിൽ തിരുവനന്തപുരം അതുപോലുള്ള ജില്ലകളിൽ നിന്നുള്ളവരാണ് പ്രതികളായിട്ട് വരുന്നത്. എന്തേ അതിൻ്റെ അർത്ഥം? കൊലപാതകം തങ്ങളുടെ ഒരു പരിപാടിയായി അംഗീകരിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന സാംസ്കാരിക സംഘടന എന്ന് പറയുന്ന RSS. അതുകൊണ്ട് തന്നെ അതിനെ ന്യായീകരിക്കാൻ എന്ത് മാർഗവും വിനിയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചില സ്ഥലങ്ങളിൽ ഞാനും പോയതാണ് ഈ രീതിയിൽ. നേറ്റിൻകരയിൽ ഒരു വിദ്യാർത്ഥി, ITI വിദ്യാർത്ഥി, എന്താണ് ആ കുട്ടി ചെയ്ത കുറ്റം? ഏതെങ്കിലും രീതിയിൽ ചെയ്തോ? ITIയിൽ നിന്ന് തിരിച്ചു വന്നാൽ കടയിൽ പോയി പൊറോട്ട അടിച്ച് അതിൻ്റെ പൈസ കൊണ്ട് വീട്ടിൽ പോയി ജീവിക്കുന്നു. ആ കുഞ്ഞിനെ എന്തിനാണ് കൊന്നത്? എന്താണ് അതിൻ്റെ ഒരു ന്യായം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്? നാരായണൻ നായർ ഇവിടെ മുനിസിപ്പൽ ജീവനക്കാരനായി പരിചയപ്പെട്ടിരുന്നതാണ്. അദ്ദേഹത്തിന് എന്താ കുറ്റം ചെയ്ത്? RSSനെതിരായി എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിനെ കൊന്നതെന്താ? മകൻ SFI ആണെന്ന് പറഞ്ഞിട്ടാണ് അച്ഛനെ കൊല്ലുന്നത്. എന്തേ അങ്ങനെ ഒരു സാഹചര്യം? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ അല്ലാതെ വരുന്നുണ്ടോ? ഈ തിരുവനന്തപുരം ജില്ലയിൽ എത്ര വീടുകളാണ് CPM പ്രവർത്തകരുടെ വീടുകളാണ് ആക്രമിച്ചത്? പ്ലാൻ ചെയ്തല്ലേ ഒരേ ദിവസം തന്നെ ഇതെല്ലാം നടക്കുന്നത്? എന്തേ അങ്ങനെ വന്നു? വലിയ പ്രാധാന്യമുള്ളതും സംഭവിക്കാത്ത ഒന്നായിരുന്നു BJPയുടെ ഓഫീസിലെ വസ്തുത. ഞങ്ങളത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തള്ളിപ്പറയാൻ കഴിഞ്ഞു. സഹാക്കളെ തള്ളിപ്പറയുമ്പോൾ വേദനയില്ലാഞ്ഞിട്ടല്ല, തെറ്റ് അക്കാര്യത്തിൽ വന്നിരിക്കുന്നു എന്ന രീതിയിലാണ് തള്ളിപ്പറഞ്ഞത്. കാരണം കൗൺസിലർ അദ്ദേഹം അവിടുത്തെ ജനപ്രിയനായ പ്രവർത്തകനാണ്. തൻ്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അമ്മയും ഭാര്യയും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, കുടുംബം വീട് തകർത്തിരിക്കുന്നു. തനിക്ക് ജനിച്ച പിഞ്ചോമനകൾ ഗ്ലാസ് മുറി തെറിച്ച് വീണ് അതിൻ്റെ കവളത്തുകൂടി രക്തമൊലിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം ആ മനുഷ്യനെ വൈകാരികമായി പ്രേരിപ്പിച്ചിരിക്കാം. എങ്കിൽ പോലും സഖാവ് നാഗപ്പനും സഖാവ് കോടിയേരിയും ഒരേ രീതിയിൽ പറഞ്ഞു, അത് ചെയ്യരുതായിരുന്നു, അങ്ങനെ വികാരത്തിന് അടിമപ്പെടരുതായിരുന്നു, പാർട്ടി ഓഫീസിൽ കയറിയത് തെറ്റാണ്, അതുകൊണ്ട് ഞങ്ങൾ അതിനനുസരിച്ച നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് RSSന്റെ ഭാഗത്തുനിന്ന് എവിടെങ്കിലും ഉണ്ടായിട്ടുള്ളോ? മിസ്റ്റർ കുമ്മനം രാജശേഖരൻ സംസ്കൃത ഭാഷയിൽ സംസാരിക്കുന്നു. കാരണം അദ്ദേഹം ധരിച്ചു വച്ചിരിക്കുന്ന അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൊള്ളിയേലായ്മയും ശരിയാകുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ശ്രീ കുമ്മനം രാജശേഖരൻ്റെ സംസാരം. ഇപ്പം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ഞങ്ങളിപ്പോൾ അടുത്തറിയുന്ന ആളുകളാണ്, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ആ കുമ്മനം രാജശേഖരൻ ഏതെങ്കിലും രീതിയിൽ എവിടെങ്കിലും ഇങ്ങനെ ഒരു കുഴപ്പം പറ്റിയതായി പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും രീതിയിൽ ഒരു വീഴ്ച വന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ വളരെ വ്യക്തമായും പ്ലാൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ് RSS വിരുദ്ധമായ ആശയഗതി മുന്നോട്ട് വയ്ക്കുന്നതാണ്. ഇവിടുത്തെ ഏത് മതവിശ്വാസിക്കും ഇവിടെ ജീവിക്കാൻ കഴിയണം, മനുഷ്യരായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് കേരളത്തിൻ്റെ സംസ്കാരമെന്നും അതിനുവേണ്ടി മുന്നോട്ട് വരുമെന്നും പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് RSSന്റെ നേതാവ് പരസ്യമായി പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ തല അറത്തു കൊടുത്താൽ 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞത് അതാണ്. ഇപ്പം നിസ്സാരമായ ഒരു സാഹചര്യമല്ല. എന്തേ അങ്ങനെയുള്ളൊരു കാരണം വരുന്നു? ഇവിടെ തിരുവനന്തപുരത്തെ ഓരോ കേസും എടുത്ത് സഖാവ് നാഗപ്പൻ ഇവിടെ സൂചിപ്പിച്ചു. അതിലെ ഇപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറും ചുമട്ടുതൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന നേതാവും CITU സെക്രട്ടറിയുമായ കാട്ടാക്കട ശശിയുടെ വീട് ആക്രമിക്കാൻ എന്താണ് കാരണം? ഏതാണ് കാരണം അവിടെ ഉണ്ടായത്? ഇപ്പം കാട്ടാക്കട ശശി പുരോഗമന പ്രസ്ഥാനത്തിൽ നിൽക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ വേറെന്തെങ്കിലും പറയാൻ കഴിയുമോ?
ആ രീതിയിലുള്ള ഒരു ആക്രമണമാണ് അഴിച്ചുവിട്ടത്. എല്ലാ വീടുകളും ആക്രമിക്കുക, എല്ലാ രീതിയിലുള്ള ഭീതി ഉണ്ടാക്കുക, അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ്. ലോ ആൻഡ് ഓർഡർ കുഴപ്പത്തിലാണെന്ന് അവർ വാദോരാതെ പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ലോ ആൻഡ് ഓർഡർ ഏറ്റവും ഭംഗിയായി നടക്കുന്നത് കേരളത്തിലാണെന്നും കേരളത്തിനോടൊപ്പം നിൽക്കാൻ മറ്റൊരു രാജ്യവുമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം. ആ സമയത്താണ് ഇവിടെ എങ്ങനെയെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കണം, പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീര് കുടിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാകണം. അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങൾ, കുടുംബം, അമ്മയില്ലാത്ത കുടുംബം, സഹോദരനില്ലാത്ത കുടുംബം എന്ന രീതിയിൽ ഒരു കുടുംബത്തെ തകർത്താലും വേണ്ടില്ല, ഞങ്ങൾക്കിവിടെ ഈ രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടാകണം. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. വെറുതെ വഴിയെ നടക്കുന്നവരെ അടിച്ചു കൊന്നാൽ അതൊരു കുറ്റമല്ല, പശുമാംസമല്ല, ആട്ടിറച്ചി തിന്നുന്നവനെയും പശുമാംസം കൊണ്ടു നടന്നു എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലാം. അതൊക്കെ ലോ ആൻഡ് ഓർഡർ ശരിയാണ്. അവിടെ ഒന്നും അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കഴിയുന്നില്ല. ദളിതന് കിഴങ്ങ് ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുത്തിട്ട് അത് കാണിക്കുകയാണ്. എന്നിട്ട് അതിൽ പരാതി പറഞ്ഞാൽ പല നായ്ക്കളും അവിടെ കിടന്ന് കുരയ്ക്കും. അതിന് ഞങ്ങൾ എന്ത് വേണമെന്ന് ചോദിക്കുന്ന മന്ത്രിമാർ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു. അവിടെ ഒന്നും അന്വേഷിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇവിടെ സാധാരണക്കാരനെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരായി നിൽക്കാനും എല്ലാവരുടെ ജീവനും വിലയുണ്ടെന്നും എല്ലാവർക്കും പൗരാവകാശം ഒരുപോലെയാണെന്നും മനുഷ്യൻ ഇവിടെ അതുപോലെ നിലനിൽക്കണമെന്നും ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം. അതുകൊണ്ട് കേരളത്തിൽ വന്നിട്ട് ഇപ്പൊ രാജേഷിന്റെ വീട്ടിൽ എന്തെങ്കിലും കൊടുക്കുകയോ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന, എനിക്കിപ്പോൾ രാജേഷിന്റെ കുടുംബസ്ഥിതി ഒന്നും അറിയില്ല, അതുകൊണ്ട് ചെയ്യുന്നതിന് ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ചുമ്മാ നടക്കുന്നവരുടെ മുതുകത്തൊട്ട് ഇത് കയറ്റണതിൻ്റെ ഒരു ഉദ്ദേശം എന്താ? സംഭവം ഉണ്ടായി നിമിഷങ്ങൾക്കകം പ്രതികളെ പിടിച്ചു. ഇതിനു മുമ്പാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുമോ? അതല്ലേ ഇവിടെ നടന്നത്. അതിന് മാന്യമായി കാണാൻ കഴിയാത്തത് എന്താണ്? മനസ്സിലാക്കുന്നത് ആഭ്യന്തരമന്ത്രി അത്ഭുതത്തോടു കൂടി കേട്ടെന്നാണ്. 24 മണിക്കൂറിനകം പ്രതികളെ പിടിച്ചു എന്ന് പറഞ്ഞ പിടിച്ചോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തേ അതിൻ്റെ അർത്ഥം? നമ്മുടെ നാട്ടിൽ ആ ഒരു സാഹചര്യം വന്നു. കുറ്റവാളികളെ കസ്റ്റഡിയിലെടുക്കാൻ, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ, നിയമം അനുശാസിക്കുന്ന രീതിയിൽ കുറ്റവാളികളെ ശിക്ഷിപ്പിക്കാൻ കഴിയുന്ന നടപടി എടുത്തിട്ടുണ്ട്. അതേസമയം പാവപ്പെട്ടവനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഈ സാഹചര്യം അത് RSS അവസാനിപ്പിക്കണം. RSSന്റെ സ്വപ്നം ആ രീതിയിൽ ഈ നാട്ടിലെ ജനങ്ങളെ തകർക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ നടക്കില്ല. തിരുവനന്തപുരത്ത് വമ്പിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രദേശമാണ്. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഉന്നതന്മാർ ജന്മം കൊണ്ട ഒരു നാടാണ് ഈ നാട്. അവിടെയാണ് എല്ലാ പിന്തിരിപ്പൻ ആശയങ്ങളുടെയും കുടിയിരുത്തുവാൻ വേണ്ടിയിട്ട് RSS മുന്നോട്ട് വരുന്നത്. അതേ അർത്ഥത്തിൽ തന്നെ അതിനെ കാണാനും തിരുവനന്തപുരത്തിന്റെ ആ പാരമ്പര്യം വീണ്ടെടുക്കാനും ഈ നാട്ടിലെ ജനങ്ങൾക്കാവും. ഈ കണ്ണുനീരോടുകൂടി ഇവിടെ ഇരിക്കുന്ന കുടുംബാംഗങ്ങളെ ആ രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആഘാതം ഉണ്ടായതിന് ദുഃഖമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തടസ്സപ്പെടുത്തുന്നവർ ഉണ്ടാക്കി വെച്ച ഈ ആക്രമണം അതേ രീതിയിൽ കാണണമെന്നും വളരെ ശക്തിയോടുകൂടി തന്നെ അതിനെ നേരിട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണമെന്നും അവരോട് അഭ്യർത്ഥിക്കുന്നു. ഈ ജെയ്റ്റ്ലി ഇവിടെ വരുമ്പോൾ ഇവിടെ ഉള്ളത് എന്താണെന്ന് മനസ്സിലാക്കാനും, അതുകൊണ്ട് തന്നെ ഇവർക്കും കുഞ്ഞുങ്ങളുള്ളവരാണ്, ഇവർക്ക് അച്ഛനുള്ളവരാണ്, അവർക്കുമൊക്കെ കുടുംബമുള്ളവരാണ്. അവരുടെയും കൂടി ദുഃഖം എങ്ങനെയുണ്ടായി എന്ന് ഒരു ഇന്ത്യൻ ഭരണാധികാരി എന്ന രീതിയിൽ അങ്ങ് അന്വേഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അങ്ങനെ അന്വേഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് അദ്ദേഹത്തിന് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടാണ് ഇവിടെ വരാൻ പോകുന്നത്. അമിത്ഷായുടെ നിർദ്ദേശത്തിനനുസരിച്ചായിരിക്കും വന്നിരിക്കുന്നത്. ഇനി അമിത്ഷായും കൂട്ടുകാരും കൂടി കേരളത്തിൽ ഒരു യാത്രയും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ വ്യക്തമായും അതെങ്ങനെ സംഭവിക്കുമെന്നറിയില്ല. ഈ യാത്ര എന്ന് പറയുന്നത് മാന്യമായിട്ടാണെങ്കിൽ കേരളത്തിൽ ഒരു കുഴപ്പവുമില്ല, അല്ലാത്ത രീതിയിലാണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. എന്തായാലും ശരി, കേരളത്തിൽ അത്തരം കാര്യങ്ങളിലെല്ലാം ജനങ്ങൾ
ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ച് ചിന്തിക്കുകയും ചെയ്യും. ഇവിടെ ഇന്ന് ഇക്കാര്യങ്ങൾ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേദനയോടുകൂടി ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ മാത്രം അനുഭവിച്ചിരുന്ന നിങ്ങൾ അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി ഇവിടെ വന്നതിന് നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇവിടെ കൂടിയ മുഴുവൻ ഉള്ള കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഒരിക്കൽ കൂടി രാജ്ഭവന് മുന്നിലേക്ക് EP ജയരാജൻ സംസാരിക്കുന്നു. ബഹുമാന്യനായ ശ്രീ അരുൺ ജെയ്റ്റ്ലി ഇവിടെ കേരളം സന്ദർശിക്കുകയാണ്. ഒരു കേന്ദ്രമന്ത്രി കേരളം സന്ദർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹം ഇന്ത്യയുടെ ധനമന്ത്രിയാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു RSSകാരൻ്റെയോ ഒരു BJPക്കാരൻ്റെയോ മന്ത്രിയായിട്ടല്ല, ഇന്ത്യയുടെ ധനമന്ത്രിയാണ്. ഇന്ത്യയിലെ ജനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രജകളാണ്. എല്ലാവരുടെയും ദുഃഖങ്ങളും വേദനകളും കണ്ടറിയാനും മനസ്സിലാക്കാനും അതിനെല്ലാം പ്രതിവിധി ഉണ്ടാക്കാനും മുൻകൈയെടുത്ത് പ്രവർത്തിക്കേണ്ട ഒരു കേന്ദ്ര ഭരണത്തിൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ധനമന്ത്രിയാണ് ശ്രീ അരുൺ ജെയ്റ്റ്ലി. അദ്ദേഹത്തെ പോലെ ബഹുമാന്യനായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും ഒരു പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. ഒരു ധനമന്ത്രി സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ തെറ്റായിട്ടുള്ള പക്ഷപാതപരമായിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഉയർന്ന നിലവാരം പുലർത്താതെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ദുഃഖിതരായ ആളുകൾക്ക് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഗവൺമെന്റിന്റെ മുമ്പിൽ, മന്ത്രിയുടെ മുമ്പിൽ ഈ ദുഃഖിതരുടെ വിഷമങ്ങൾ അറിയിക്കാൻ, അതെല്ലാം നാടിൻ്റെ നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ ദുഃഖത്തിനൊരു പരിഹാരമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ദുഃഖിതരെല്ലാം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഒരു തരത്തിലുള്ള ഒരു അക്രമത്തെയും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. ഇവിടെ സാമാന്യഗതിയിൽ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം RSSകാരെ പോലെ, BJPക്കാരെ പോലെ CPMക്കാർക്കും മറ്റു പാർട്ടിക്കാർക്കുമുണ്ട്. ആ അവകാശം സംരക്ഷിക്കപ്പെടണം. ആ അവകാശത്തിന് നേരെയാണ് കേന്ദ്ര ഭരണം വഴിവിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ സമാധാനമുണ്ടാക്കാൻ ഒരു സംഭവം ഇവിടെ നടന്നു. ആ സംഭവം നടന്ന ഉടനെ തന്നെ കുറ്റവാളികളെ കണ്ടെത്താൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ പ്രവർത്തിച്ചു. ആ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാനും ശ്ലാഘിക്കാനുമാണ് കേന്ദ്രമന്ത്രി വരുന്നതെങ്കിൽ തികച്ചും അദ്ദേഹത്തിൻ്റെ സന്ദർശനം സ്വാഗതാർഹമാണ്. പക്ഷെ അദ്ദേഹം എല്ലാ ദുഃഖിതരെയും കാണുന്നില്ല. വേദന അനുഭവിക്കുന്ന മഹാഭൂരിപക്ഷത്തെ കാണുന്നില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം അക്രമികൾക്ക് പ്രചോദനം കൊടുക്കാൻ മാത്രമേ സഹായകരമാകൂ. RSSന് കൂടുതൽ അക്രമം നടത്താനുള്ള പ്രചോദനം മാത്രമേ നൽകൂ. ഇപ്പോൾ ഈ ജില്ലയിൽ 21 CPM പ്രവർത്തകരുടെ ജീവൻ പോയി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും
ഇതുപോലെയും ഇതിനേക്കാളും കൂടുതൽ ജീവഹാനി സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, RSSന് സ്വാധീനമുള്ള പ്രദേശങ്ങൾ, എവിടെയെങ്കിലും സമാധാനത്തോടു കൂടി മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? RSS സംഘപരിവാർ അധികാരം കയ്യിലെടുക്കുകയാണ്. ഇന്ത്യക്ക് ഇപ്പോൾ ഒരു ദുരന്തമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വന്നതോടുകൂടി ഇന്ത്യയുടെ ദുരന്ത കാലഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള കലാപങ്ങളാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ഗോവധം ഇവിടെ കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമല്ലേ? ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എത്രമാത്രം ആളുകളെ ആക്രമിച്ചു, കൊല ചെയ്തു? എത്രമാത്രം ആളുകളെയാ കൊല ചെയ്തത്? ഗുജറാത്തിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ CPM ഉള്ളത് കൊണ്ടാണോ RSS സംഘപരിവാർ, ഹിന്ദു സംരക്ഷണ സേന, ഗോ സംരക്ഷണ സേനയുണ്ടാക്കി ആക്രമണം നടത്തുന്നത്? മഹാരാഷ്ട്രയിലൊക്കെ എഴുത്തുകാരെയും ചിന്തകരെയും കശാപ്പ് ചെയ്തത് CPMകാർ ആക്രമിച്ചിട്ടാണ്. CPMന് ഒരു സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ സമാധാനമുണ്ടോ? ആ പ്രദേശങ്ങളിൽ ന്യൂനപക്ഷങ്ങളും ദളിത് ജനവിഭാഗങ്ങളും ഇന്ന് ഭയവിഹുലരാണ്. നിർഭയമായി വോട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. വീടുകളിൽ കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല. ഉത്തർപ്രദേശിൽ ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുത്തു. എല്ലാ അറവുശാലകളും അടിച്ചു പൊളിച്ചു. എത്രയോ ആയിരം വർഷങ്ങളിലൂടെ നടന്നു വരുന്നൊരു പ്രക്രിയയാണ് പശുക്കളെ വളർത്തലും പാലുൽപാദനവും വിപണനവും തുകൽ കയറ്റുമതിയും മാംസാഹാരവുമെല്ലാം. മനുഷ്യൻ തന്നെ ആദ്യം മാംസാഹാരമാണ് കഴിച്ചിരുന്നത്. പിന്നെയാണ് മനുഷ്യൻ ആയിരം വർഷങ്ങൾക്ക് ശേഷമാണ് സസ്യാഹാരത്തിലേക്ക് എത്തിയത്. മാംസാഹാരങ്ങൾക്ക് ക്ഷാമം വന്നപ്പോൾ സസ്യാഹാരത്തിലേക്ക് പ്രവേശിച്ചതാണ് മനുഷ്യർ. ആ മനുഷ്യരെ ആക്രമിക്കാൻ, പ്രത്യേകിച്ച് ദളിത് മുസ്ലിം ജനവിഭാഗങ്ങളെ ആക്രമിക്കാൻ ഗോവധ നിരോധനം നടപ്പിലാക്കി 2 സേനകളെ ഉണ്ടാക്കി അക്രമം നടത്തുകയല്ലേ? എന്താ ബഹുമാന്യനായിട്ടുള്ള ജെറ്റ്ലി നിങ്ങൾ അങ്ങോട്ട് പോകാതിരുന്നത്? ഇപ്പോൾ EP ജയരാജൻ സംസാരിക്കുകയാണ്. ഇതിലേക്കെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. ഇന്ത്യക്ക് വീണ്ടും മാതൃകയായി കേരളം. രാജ്യത്ത് ഏറ്റവും പുരോഗതിയുള്ള നഗരമായി നമ്മുടെ കൊച്ചി. ADB റിപ്പോർട്ടിലാണ് കൊച്ചി ഒന്നാമതെത്തിയത്. ന്യൂഡൽഹിയെ പിന്നിലാക്കിയാണ് കൊച്ചി ഒന്നാമതെത്തുന്നത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന് വേണ്ടി നഗരവികസന മന്ത്രാലയത്തിന് കീഴിൽ നടത്തിയ പഠനത്തിലാണ് രാജ്യത്ത് ഏറ്റവും പുരോഗതിയുള്ള നഗരം കൊച്ചി എന്ന് വിലയിരുത്തിയത്. ന്യൂഡൽഹി 2ാം സ്ഥാനത്തും പഞ്ചാബിലെ ലുധിയാന 3ാം സ്ഥാനത്തുമെന്നാണ് കണ്ടെത്തൽ. സ്മാർട്ട് സിറ്റികളായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ 20 നഗരങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ബഹുതല പുരോഗതി സൂചിക അനുസരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ 28 മാനദണ്ഡങ്ങളുണ്ട്. ഇതിനായി 2011 സെൻസസ്, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന്റെ യൂണിറ്റ് തല ഡേറ്റ തുടങ്ങിയവ ക്രോഡീകരിക്കുകയായിരുന്നു. പുരോഗതി സൂചികയിൽ കൊച്ചിക്ക് 329.8 പോയിന്റുകളും രണ്ടാമതെത്തിയ ന്യൂഡൽഹിക്ക് 248.3 പോയിന്റുകളുമാണ് ലഭിച്ചത്. കൊച്ചിയുടെ കുതിപ്പിന് കാരണമായത് ഭൗതികവും സാമ്പത്തികവുമായ അടിസ്ഥാന സൗകര്യങ്ങളും സാമൂഹിക ആവശ്യങ്ങൾക്കുള്ള ആസ്തികളുമാണ്. റോഡുകളുടെ സാന്ദ്രത, ബാങ്കുകളുടെ ലഭ്യത, ഇന്റർനെറ്റ് അവസരങ്ങൾ ഇവയൊക്കെ കൂടാതെ ലൈബ്രറികൾ, സിനിമാ തിയേറ്ററുകൾ എന്നിവയാണ് കണക്കിലെടുത്തത്. പുരോഗമനത്തിൽ മുന്നിലെത്തിയ അറബിക്കടലിന്റെ റാണി കൊച്ചിക്ക് പോരായ്മകളുമുണ്ട്. അവയെ മറികടക്കുവാൻ ഇനി ഊന്നൽ നൽകേണ്ടത് മാനവ വികസനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായിരിക്കണം എന്നാണ് ADB റിപ്പോർട്ടിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്. ഓണത്തെ വരവേൽക്കാൻ സ്ത്രീകളുടെ കൂട്ടായ്മയായ ഹാൻഡി ഗുരുകുലം ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം YMCA ഹാളിൽ ദാരുഭംഗി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും വിൽപ്പനയും പ്രദർശനവും ശ്രദ്ധയാകർഷിക്കുകയാണ്.
വരകളും വർണ്ണങ്ങളും വാരിവിതറിയ പെൺകരുത്തിന്റെ പ്രതിഫലനം തന്നെയാണ് തിരുവനന്തപുരം YMCA ഹാളിൽ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും ഒരുങ്ങിയിരിക്കുന്ന ദാരുഭംഗി എന്ന ഈ മേള. 12 പേരടങ്ങുന്ന സ്ത്രീകളുടെ കൂട്ടായ്മയാണ് ഹാൻഡിക് ഗുരുകുലം. വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെയൊരു ആലോചനയുമായി ഇവർ മുന്നോട്ട് വന്നത്. തുടർന്നുള്ള പ്രവർത്തനം വിജയകരമായതോടെയാണ് ഇത്തരം പ്രദർശനമേളകളുമായി ഇവർ മുന്നോട്ട് പോകാൻ തയ്യാറായത്. വർക്കുകൾ ചെയ്ത് കഴിയുമ്പോഴേ അത് സെയിൽ ചെയ്യാനുള്ള അവസരം അവർക്കില്ല. അപ്പോൾ അതായത് അവരിത് ചെയ്തതല്ല, അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിക്കുവാണ്. അപ്പം നമ്മളിങ്ങനെ വർഷം തോറും ഇങ്ങനെ ഒരു ഇത് വയ്ക്കുമ്പോഴത്തേനും അവർ ചെയ്ത സാധനങ്ങൾ സെയിലാവാനുള്ള ഒരു അവസരം കിട്ടും. രാവിലെ 9 മണി മുതൽ രാത്രി 8 വരെ നടക്കുന്ന ദാരുഭംഗി മേളയുടെ പ്രദർശനം കാണാൻ ദിവസേന നിരവധി പേരാണ് YMCA ഹാളിലേക്ക് എത്തിച്ചേരുന്നത്. സ്വന്തം കൈകൾ കൊണ്ട് വരച്ചെടുത്ത ചിത്രങ്ങളും മ്യൂറൽ പെയിന്റിംഗ് ചെയ്ത വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ് ഇവിടത്തെ പ്രധാന ആകർഷണം. നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങിയിട്ട് ഇപ്പം ഒരു 1.5 വർഷം ആവുന്നതേ ഉള്ളൂ. ദാരുഭംഗി എന്നൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് എനിക്കത് പ്രാവർത്തികമാക്കാൻ പറ്റിയത്. തിരുവനന്തപുരം കൈമനത്ത് പ്രവർത്തിക്കുന്ന ഹാൻഡിക് ഗുരുകുലം ഒട്ടേറെ കുട്ടികൾക്കും സ്ത്രീകൾക്കും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പഠിപ്പിക്കുന്നത്. കൂടാതെ ഇത്തരം മേളകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 25% നിർധനരായ കുട്ടികളുടെ ചികിത്സാ ചിലവിനും പഠന ചിലവിനും ഇവർ നൽകുന്നുണ്ട്. പിന്നിലേക്കൊളിക്കാതെ മുന്നോട്ട് കുതിക്കുന്ന പെൺകരുത്തിന്റെ വിജയം തന്നെയാണ് ഈ മേള. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.